ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഡിസംബർ മാസം ക്രിസ്മസിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങുന്ന ദിവസങ്ങളാണല്ലോ. ഉണ്ണീശോ നമ്മുടെ ജീവിതത്തിൽ, ഹൃദയത്തിൽ, മനസ്സിൽ, ആത്മാവിൽ, ഭവനത്തിലൊക്കെ രൂപീകരിക്കപ്പെടുക. ആ രൂപീകരിക്കപ്പെടുന്ന ഈശോയെ, ഉണ്ണീശോയെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുക. അതാണ് ക്രിസ്മസിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുക എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്ന കാര്യം. നമുക്കറിയാം, ഉണ്ണീശോയുടെ ജനനത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ കൂടെ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് സ്നാപക യോഹന്നാൻ. സ്നാപക യോഹന്നാനെ കൂടി നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ ധ്യാനിക്കാറുണ്ട്. സ്നാപക യോഹന്നാൻ നമുക്കറിയാം, സക്രിയ എലിസബത്ത് ദമ്പതികൾക്ക് വാർദ്ധക്യത്തിൽ ജനിച്ച മകനാണ്. ഈശോയും സ്നാപക യോഹന്നാനും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇവർ നമുക്കറിയാം ഒരേ കാലഘട്ടത്തിൽ ജനിച്ചവരാണ്. അതിനേക്കാളൊക്കെ അപ്പുറത്ത് പരിശുദ്ധ അമ്മയുടെ ഇളയമ്മയുടെ മകനാണ്. അപ്പം അതുകൊണ്ട് തന്നെ സ്നാപക യോഹന്നാനും ഈശോയും തമ്മിൽ വളരെ ഹൃദയപൂർവ്വമായൊരു ബന്ധമുണ്ട്. സ്നാപക യോഹന്നാനും ഈശോയും ഒരേ ബാല്യകാല സുഹൃത്തുക്കളാണ്. ഒരുമിച്ച് ജനിച്ച്, ഒരുമിച്ച് കളിച്ച്, ഒരുമിച്ച് വളർന്നു വന്നവരാണ്. ഈശോയും യോസേപ്പിതാവും പരിശുദ്ധ അമ്മയും ഈജിപ്തിൽ നിന്ന് എല്ലാ വർഷവും ജെറുസലേം ദേവാലയത്തിൽ തിരുനാളിന് വരുമായിരുന്നു. ഇങ്ങനെ വരുന്ന എല്ലാ സമയത്തും നമുക്കറിയാം, തീർച്ചയായിട്ടും അവർ എലിസബത്ത് സക്രിയാസ് ദമ്പതികളുടെ ഭവനത്തിലായിരിക്കുമെന്ന് താമസിച്ചിട്ടുണ്ടാകുക. അപ്പോൾ ഈ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ണീശോയും സ്നാപക യോഹന്നാനും തമ്മിൽ വലിയ ആഴമായ അടുപ്പമുണ്ടായിരുന്നിരിക്കും, ഹൃദയബന്ധം ഉണ്ടായിരിക്കും. കാരണം ഇവർ ഒരുമിച്ച് ജനിച്ചവരാണ്, ഒരേ പ്രായക്കാരാണ്, കളിക്കൂട്ടുകാരാണ്. അപ്പം അങ്ങനെ ഈശോ ആരാണ് എന്ന് സ്നാപക യോഹന്നാൻ മനസ്സിലാക്കിയത് സ്വന്തം ജീവിത അനുഭവത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് സ്നാപക യോഹന്നാൻ ഈശോയെ കണ്ടപ്പോൾ പറഞ്ഞത്, അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണമെന്ന്. ഈ ക്രിസ്മസിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ സ്നാപക യോഹന്നാനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ, സ്നാപക യോഹന്നാൻ കണ്ടെത്തിയ ഈശോയെ നമ്മളും നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്തുക. സ്നാപക യോഹന്നാൻ മനസ്സിലാക്കിയതുപോലെ നമ്മൾ മനസ്സിലാക്കുക. ഈശോ നമ്മുടെ ഹൃദയത്തിലും ജീവിതത്തിലും നിറയണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറയണമെന്ന് സ്നാപക യോഹന്നാൻ തിരിച്ചറിഞ്ഞതുപോലെ നമ്മൾ ഈ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ നമ്മളും കണ്ടെത്തണം. ഈശോ നമ്മുടെ ഹൃദയത്തിൽ നിറയണമെന്നുണ്ടെങ്കിൽ, ഉണ്ണീശോ നമ്മുടെ ഭവനത്തിൽ നിറയണമെന്നുണ്ടെങ്കിൽ, വളരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ വളർത്തി വെച്ചിരിക്കുന്ന പാപത്തിൻ്റെ, തിന്മയുടെ, ശാപത്തിൻ്റെ, അഹന്തയുടെ എല്ലാ ഭാവങ്ങളും കുറയുകയും സ്നേഹത്തിൻ്റെ, നന്മയുടെ, കൃപയുടെ വരങ്ങൾ നമ്മളിൽ വളരുകയും ചെയ്യണം. അതാണ് ഉണ്ണീശോ വളരുക, ഈശോ വളരുക എന്നതുകൊണ്ട് അർത്ഥമാക്കുക. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് ഉണ്ണീശോ പ്രാർത്ഥിക്കാം. എന്നിൽ വന്ന് നിറയണമേ, എൻ്റെ ഉള്ളിലെ കുറവുകളെ ഒക്കെ എടുത്തു മാറ്റി നീ വളരുവാൻ തക്ക വിധത്തിൽ എൻ്റെ ഹൃദയത്തെ നിൻ്റെ ഹൃദയത്തോട് അനുരൂപമാക്കി തരണമേ. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.